ഷൊർണൂർ കുളപ്പള്ളിയിലെ തൊഴിൽ തർക്കം കടയുടമ പ്രകാശനെ CITU പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. അതേസമയം രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റിയത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് CITU നേതാക്കൾ. ശനിയാഴ്ച രാവിലെ തന്റെ തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ഇരുമ്പ് കയറ്റുന്നതിനിടെ CITU പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തു എന്നാണ് കടയുടമയുടെ പരാതി. ഇന്നേക്ക് 12 ദിവസമായി പ്രകാശിന്റെ കടയ്ക്ക് മുന്നിൽ തങ്ങളുടെ തൊഴിൽ നിഷേധം ഉന്നയിച്ച് CITU പ്രവർത്തകർ കുടിൽകെട്ടി സമരം ചെയ്യുകയാണ്. മെഷീൻ ഉപയോഗിച്ച് ലോഡ് ഇറക്കുമ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പ്രകാശൻ തൊഴിൽ നൽകിയിരുന്നു. ഈ തൊഴിൽ തങ്ങൾക്ക് അവകാശമുള്ളതാണ് എന്ന വാദവുമായാണ് CITU പ്രവർത്തകർ കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. സമരം ഒത്തുതീർപ്പാക്കാൻ ലേബർ ഓഫീസർ കഴിഞ്ഞ ദിവസം ചർച്ച വിളിച്ചു ചേർത്തെങ്കിലും തർക്കത്തെ തുടർന്ന് ഇത് പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പ്രകാശിനു നേരെ കയ്യേറ്റം ഉണ്ടായതായി പരാതി ഉയർന്നത്. തടഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരതിനെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ, കേൾക്കാൻ പാടില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഇവിടെ വന്നു. പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല, എന്നോട് ചോദിച്ചത് എന്താ ഉണ്ടായതെന്ന്. ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിന്. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല. എന്നോട് മാത്രം ചോദിച്ച് പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ സമരപന്തലിരിക്കുന്നത്. CITU പ്രവർത്തകരുടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് തടയുന്ന ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തന്നെ തൊഴിലാളികൾ ആക്രമിച്ചുവെന്നും സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നും പ്രകാശൻ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. അതേസമയം കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തെന്ന് CITU പ്രവർത്തകർ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിൻ്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അതിൽ DLOയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനം